എല്ലാ കൂട്ടുകാർക്കും അഡ്രീസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കിഴങ്ങ് മെഴുക്കുവരട്ടി വയ്ക്കുന്ന റെസിപ്പിയുമായിട്ടാണ്. ഇതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 4 കിഴങ്ങ്, ഒരു സവോള, ഒരു 10 കൊച്ചുള്ളി, ഒരു 6-7 അല്ലി വെളുത്തുള്ളി, ഒരു പച്ചമുളക്, കറിവേപ്പില. നമുക്കിതെങ്ങനെയാണ് കറി വെക്കുന്നതെന്ന് നോക്കാം. ആദ്യമായി ഞാൻ ഈ കിഴങ്ങെല്ലാം തൊലി കളഞ്ഞ് വൃത്തിയാക്കി വെള്ളത്തിലേക്ക് ഇടുന്നുണ്ട്. നമ്മൾ കിഴങ്ങ് എപ്പോൾ കറി വെച്ചാലും കിഴങ്ങ് ചേർന്നതിന് ശേഷം വെള്ളത്തിലിടുക, ഇല്ലെങ്കിൽ ഇത് ചുമന്നു പോകും. ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിത് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചട്ടി ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ചേർക്കാം. ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ അല്പം എണ്ണ ചേർക്കുന്നു. എണ്ണയൊന്ന് ചൂടായി വന്നു കഴിയുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർക്കുന്നു. ഇപ്പോൾ കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 7 അല്ലി വെളുത്തുള്ളി ചേർക്കുന്നുണ്ട്. വെളുത്തുള്ളി ചേർത്താൽ കറിക്ക് നല്ല ടേസ്റ്റാണ്. ഇതിന് ശേഷം ഞാനിതിലേക്ക് ചേർക്കുന്നത് ഒരു 10 കൊച്ചുള്ളി ചെറുതായി അരിഞ്ഞതാണ്. മെഴുക്ക് പുരട്ടി വെക്കുമ്പോൾ ചെറിയ ഉള്ളി ചേർക്കുന്നത് നല്ലതാണ്. ഇത് നമുക്ക് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതൊന്ന് വഴന്നു വരട്ടെ. ഇനി ഇതിലേക്ക് ഞാനൊരു പച്ചമുളക് ചേർക്കുന്നുണ്ട്. ഒരു പച്ചമുളക് നടുവേ കീറിയത് അതും കൂടെ ചേർക്കാം. പച്ചമുളകിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരട്ടെ. നന്നായി വഴറ്റിയെടുക്കാം. പിന്നെ ഞാനിതിലേക്ക് ചേർക്കുന്നത് സവോളയാണ്. ഒരു സവോളയുടെ പകുതി ഞാൻ എടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. കൂടെ ഒരു തണ്ട് കറിവേപ്പില കൂടെ ചേർക്കുന്നുണ്ട്. ഇത് നന്നായി ഒന്ന് വഴന്നു വരട്ടെ. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഒരല്പം ഉപ്പാണ്. ഇതിനാവശ്യമായ ഉപ്പ് ചേർക്കാം. നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഉപ്പ് ചേർത്ത് കഴിയുമ്പോൾ സവോള നന്നായി വഴന്നു വരും. ഇതിപ്പോൾ ഏകദേശം വഴന്നു വന്നിട്ടുണ്ട്. നിങ്ങളിങ്ങനെയാണ് മെഴുക്ക് പുരട്ടി വെക്കുന്നെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. ഞാനിതിലേക്ക് ഇനി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. കൂടെ 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട്. കറിക്കൊരു നല്ല കളർ കിട്ടുന്നതിന് വേണ്ടിയാണ്. ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. മുളക് പൊടിയുടെയും മഞ്ഞൾപ്പൊടിയുടെയും ഒക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. എൻ്റെ വീഡിയോ ആരെങ്കിലും ആദ്യമായി കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഞാൻ തുടക്കക്കാരിയാണ്, അതുകൊണ്ട് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇനി ഞാനിതിലേക്ക് ചേർത്തിരിക്കുന്നത് ചതച്ച മുളകാണ്. 1/2 ടീസ്പൂൺ ചതച്ച മുളക് കൂടി ചേർത്തിട്ടുണ്ട്. നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. സവോളയൊക്കെ ഒന്ന് നന്നായി വഴന്നു വന്നിട്ടുണ്ട്.
ഇതിലേക്ക് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന കിഴങ്ങ് ചേർക്കുകയാണ്. ഇത് ചേർത്തതിന് ശേഷം നമുക്ക് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഞാനിതിൽ വെള്ളം ചേർക്കുന്നില്ല. എണ്ണയ്ക്കകത്ത് തന്നെയുള്ള വെന്തെടുക്കാമെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഞാൻ എല്ലാ മെഴുക്ക് പുരട്ടി ഇങ്ങനെയാണ് ചെയ്യുന്നത്. എണ്ണയ്ക്കകത്ത് കിടന്ന് ആവി കൊണ്ട് ഇത് വേകും. അപ്പോൾ കറിക്ക് നല്ലൊരു ടേസ്റ്റാണ്. ഉപ്പ് വേണമെങ്കിൽ ഈ സമയം ഒരല്പം ഉപ്പ് കൂടി ചേർത്ത് കൊള്ളണം. എനിക്കിത് ഉപ്പ് കറക്റ്റാണ്. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ഒരു ലൈക്ക് തരണേ. കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ ഫാമിലിക്കും റിലേറ്റീവ്സിനും ഒക്കെ ഉപകാരപ്രദമെന്ന് തോന്നിയാലൊന്ന് ഷെയർ ചെയ്തേക്കണം. പാരപ്പ് എല്ലായിടത്തും നന്നായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ചെറിയ തീയിലായിരിക്കണം ഇത് വേകേണ്ടത്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇതിപ്പോൾ ഈ ആവിയിൽ ഇരുന്ന് നന്നായി വെന്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു തണ്ട് കറിവേപ്പില കൂടെ ചേർക്കുന്നു. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ കറി വെന്ത് കഴിയുമ്പോൾ ഒരു പച്ച കറിവേപ്പില ചേർത്താൽ നല്ലൊരു ടേസ്റ്റാണ്. കറി ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കണം. നാളെ പുതിയൊരു വീഡിയോയുമായി വീണ്ടും ഞാൻ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും നന്ദി.